മഹാലക്ഷ്മിയിൽ വീണ്ടും വമ്പൻ ട്വിസ്റ്റുകൾ വരുന്ന നിമിഷങ്ങൾ. അതേ കൂട്ടുകാരെ, നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ ലേഖയും കൂടി ഇന്ന് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ദേവിയെയും കാണുന്നുണ്ട്, നമ്മുടെ അയ്യപ്പ സ്വാമിയെയും കാണുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും ഒരുമിച്ച് കാണുക കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ ദേവിക്കൊപ്പം നമ്മുടെ മുത്തശ്ശിക്കൊപ്പം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. ലേഖയാണ് ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയുടെ ഫോണിലെ. അപ്പോഴും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മുടെ ദേവി മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഉറപ്പായും അടുത്ത് തന്നെ മോൾക്ക് സ്വന്തമായ ഒരു കുഞ്ഞിനെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി തിരിച്ച് ചോദിക്കുന്നുണ്ട്, അത് കണ്ണേട്ടന്റെ കുഞ്ഞ് തന്നെയാണോ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ മറുപടിയൊന്നും കൊടുക്കുന്നില്ല താനോട്ടോ. പിന്നീടാണ് നമ്മുടെ ലേഖയുടെ വീട്ടിൽ കൊണ്ടുപോയി മഹാലക്ഷ്മിയോട് ഈ കുഞ്ഞിന്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ അനന്ത് പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ കണ്ണന്റെ സമ്മതമൊക്കെ മേടിച്ചു കഴിഞ്ഞു, ഇനി മഹാലക്ഷ്മി മാത്രം അതിന് സമ്മതം മൂളിയാൽ മതി, നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു കുഞ്ഞ് ആവശ്യം തന്നെയല്ലേ, നമ്മളുടെ രണ്ടുപേരുടെയും സ്വന്തമായിട്ട് ആ കുഞ്ഞിനെ വളർത്താമല്ലോ എന്നൊക്കെ നമ്മുടെ ലേഖയും പറയുന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആകെ പകച്ചു നിൽക്കുന്നുണ്ട്, ഒരു തീരുമാനം അവിടെ പറയുന്നില്ല. ശേഷം നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കണ്ണനെ ആ അമ്മയും മുത്തശ്ശിയും നമ്മുടെ മഹാലക്ഷ്മിയുമായിട്ട് നിന്ന എടുത്ത ഫോട്ടോ ഒക്കെ കാണിക്കുക. അപ്പൊ അതിൽ നോക്കുമ്പോൾ ദേവിയില്ല, മഹാലക്ഷ്മി മാത്രമേ ഉള്ളൂ. അവിടെയും ഭയങ്കര അതിശയം, നമ്മുടെ മഹാലക്ഷ്മി ആകപ്പാടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.